ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ ഇടുന്ന പോലെ വെട്ടിക്കിളിയായിട്ട് മടക്കി അതുപോലെ ഹൊറിസോണ്ടലി മടക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പാകമുള്ള ഒരു ഡ്രസ്സ് എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ ഹാഫായിട്ട് മടക്കുക കേട്ടോ. അതായത് ഷോൾഡർ മടക്കുക. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മടക്കി നന്നായിട്ട് അയണൊക്കെ ചെയ്തിട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ തോന്നിയപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു നെക്ക് ഭാഗം ഇങ്ങനെ ആക്കാം കേട്ടോ. ഒരു മടക്ക് ഭാഗത്താണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ നേരെ സ്ലീവ് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക, താഴെ മാർക്ക് ചെയ്യുക. ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ഈ ഒരു ഭാഗവും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്ലിറ്റ് ഇല്ലാത്തതാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിത് ഈ ഒരു ഭാഗം വരെ എടുത്തിട്ട് ബാക്കി ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങ് എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മളൊരു 2 ഇഞ്ച് വീതം എക്സ്ട്രാ ഈ ഒരു സൈഡിലോട്ട് ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ട് താഴത്തോട്ട് വരുമ്പോൾ 1 ഇഞ്ച് കേട്ടോ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം താഴെ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തതിന് ഒരു 1/2 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് സ്ലീവിനെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചെയ്തേക്കുന്നത്. ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും അറിയില്ലെങ്കിൽ, അതായത് ഉൾഭാഗത്ത് വരുന്ന സാധനം പുറത്തൊക്കെ ഇട്ടിട്ട് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നോക്കുക. സ്ലീവൊക്കെ നമ്മുടെ ഇത് സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു സ്ലീവാണ് എടുക്കുന്നത്. പിന്നെ ബാക്കി വന്ന് കട്ട് ചെയ്ത പീസിൽ നിന്ന് ഇതേപോലെ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെർട്ടിക്കലി വരുന്ന പോലെ നമ്മളിങ്ങനെ വെട്ടണം കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കിട്ടാവുന്ന പീസസൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത 2 പീസും അതുപോലെ നെക്ക്, ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വേറെ വേറെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഒറ്റ പീസാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസസ് കട്ട് ചെയ്തില്ലേ, അതെല്ലാതും കൂടെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ഒറ്റ വലിയ പീസായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നല്ല ഭാഗവും വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നീളത്തിൽ കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ഡ്രസ്സിൻ്റെ ടോപ്പ് എടുത്തിട്ടുണ്ട്. നല്ല ഭാഗങ്ങൾ തമ്മിൽ ഇതേപോലെ കൂട്ടി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട് നേരെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങനെ ആ ഒരു ഷോൾഡർ പീസ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് സ്ലീവ് ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ എക്സ്ട്രാ കട്ട് ചെയ്ത് കളയാലോ ലാസ്റ്റ് എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ 2 ഷോൾഡറുകളും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം വരുന്നത് ഇതേപോലെ ഇടുക കേട്ടോ. നല്ല ഭാഗം ഇതേപോലെ വെക്കുക. അതിനുശേഷം നമ്മൾ കുറേ കുട്ടി കുട്ടി പീസസ് ജോയിൻ ചെയ്ത് വലിയ സ്ട്രിപ്പ് പോലെ എടുത്തില്ലേ, അത് ഇതേപോലെ വെച്ചിട്ട് ഫുൾ റൗണ്ടിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും, കുറച്ച് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്ക് മറച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് എക്സസ് ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എക്സസ് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇനി ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടും തിരിച്ച് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അത് വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് അടിക്കുക കേട്ടോ. വേണമെങ്കിൽ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫേസ് ഭാഗത്ത് അടിച്ചിട്ട് പിന്നെ ഉള്ളിലോട്ട് മടക്കുക, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിനെ തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള സൈഡ് ഭാഗം വരുമല്ലോ, അത് നമ്മൾ സ്ലീവ് തൊട്ട് താഴത്തോട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ ആ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടില്ലേ, അതിൻ്റെ തൊട്ട് മുന്നിൽ വെച്ചിട്ട് കറക്റ്റ് ഷേപ്പ് വെച്ചില്ലേ, അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. സ്ലീവ് വേണമെങ്കിൽ സ്ലീവ് വെച്ച് കൊടുക്കാവുന്നതാണ്. സ്ലീവ് ആകുമ്പോൾ കുറച്ചുകൂടി പണിയുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ലീവ് ഇല്ലാതെ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും പഠിക്കേണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.